നമസ്കാരം. മനോരമ ചാനൽ പാലക്കാട് നടത്തിയ വോട്ട് കവല പരിപാടിയിൽ പാനലിസ്റ്റായി പങ്കെടുക്കുകയായിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം PM ആർഷോയെ സഹപാനലിസ്റ്റായ BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കയ്യേറ്റം ചെയ്തുവെന്ന് ഡിവൈഎഫ്ഐയും സമ്മതിച്ചു. നടപടി പ്രതിഷേധാർഹമെന്ന് ഡിവൈഎഫ്ഐ പത്രക്കുറിപ്പിറക്കി. ഇതോടെ ആർക്കെതിരെയാണ് കയ്യേറ്റമുണ്ടായതെന്ന് വ്യക്തമാവുകയാണ്. സംഘപരിവാർ പിന്തുടരുന്ന ജനാധിപത്യ വിരുദ്ധതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണ് പാലക്കാട് കണ്ടത്. പാലക്കാട് നഗരസഭയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സംഘപരിവാർ നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണത്തിനെതിരെ ജനങ്ങളുടെ പരാതികൾ ചർച്ച ചെയ്യവേ വെല്ലുവിളികളും ആക്ഷേപങ്ങളും ഉയർത്തി ഒരു ചർച്ചയിൽ കാണിക്കേണ്ട സാമാന്യമായ മര്യാദ പോലും കാണിക്കാതെ ഗുണ്ടായിസം കാണിക്കുകയാണ് പ്രശാന്ത് ശിവൻ ചെയ്തതെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രസ്താവന. പ്രശാന്ത് ശിവന്റെ പെരുമാറ്റത്തിലൂടെ RSSന് കൂടുതൽ സ്വാധീനമുണ്ടായാൽ സംഭവിക്കാവുന്ന അപകടത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത്. അസഹിഷ്ണുതയുടെയും അക്രമത്തിന്റെയും ആശയധാര പേർന്ന വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരമായി നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിച്ച് അഭിപ്രായങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധരായ സംഘപരിവാർ നേതൃത്വത്തെ ജനം തിരിച്ചറിയും. ഇത്തരം കയ്യേറ്റങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും. PM ആർഷോയ്ക്കെതിരെയുള്ള പ്രശാന്ത് ശിവൻ നടത്തിയ കയ്യേറ്റത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും പ്രസ്താവനയിൽ അറിയിച്ചു. ചെറിയ കോട്ട മൈതാനത്ത് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദത്തിനിടയിലായിരുന്നു സംഭവം. ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവൻ അസഭ്യവർഷം നടത്തിയത് ചോദ്യം ചെയ്തതോടെ ഡയസിൽ നിന്ന് ഇറങ്ങി വന്ന് പിടിച്ചു തള്ളുകയായിരുന്നു. തുടക്കം മുതൽ ചർച്ചകളിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പാലിക്കാതെയായിരുന്നു പ്രശാന്ത് ശിവന്റെ സംസാരം. അപക്വമായ പെരുമാറ്റവും സഭ്യതയല്ലാത്ത വാക്കുകളും അവതാരകനെ ഉൾപ്പെടെ അലോസരപ്പെടുത്തി. മാന്യമായി സംസാരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അസഭ്യം പറയുന്നത് തുടർന്നു. ആർഷോയെ തള്ളിയതോടൊപ്പം സമീപത്തുണ്ടായിരുന്ന BJP പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കാനും ശ്രമിച്ചു. കസേരകൾ വലിച്ചെറിഞ്ഞു. പോലീസ് ഇടപെട്ട് സ്ഥിതിഗതി നിയന്ത്രണ വിധേയമാക്കി. ഇതോടെ ചാനൽ പരിപാടി അവസാനിപ്പിച്ചുവെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മനോരമ ന്യൂസ് നടത്തിയ ചർച്ചയ്ക്കിടെ ഏറ്റുമുട്ടി BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും CPM നേതാവ് ആർഷോയും എന്നുമായിരുന്നു മനോരമയുടെ വാർത്ത. പാലക്കാട് കോട്ടമൈതാനിയിൽ സംഘടിപ്പിച്ച വോട്ട് കവലയിൽ വെച്ചാണ് ഇരു നേതാക്കളും പരസ്പരം കൊമ്പ് കോർത്തത്. പിന്നാലെ CPM BJP പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായി. ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവനും PM ആർഷോയും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നുവെന്നുമാണ് മനോരമയുടെ വാർത്ത. എന്നാൽ കയ്യേറ്റം ആർഷോയ്ക്കെതിരെ മാത്രമാണെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. CPM പാലക്കാട് നഗരസഭയിൽ 10 സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന് പ്രശാന്ത് ശിവന്റെ വെല്ലുവിളി ബഹളത്തിന് തുടക്കമിട്ടത്. പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ എഴുന്നേറ്റതോടെ BJP പ്രവർത്തകർ സംഘടിച്ചെത്തി. ഇതിനിടെ നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ പിടിച്ചു മാറ്റിയതെന്നാണ് വാർത്ത. അതേസമയം ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നത് മാത്രമല്ല, ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും രാഷ്ട്രീയ പ്രവർത്തനമെന്നായിരുന്നു ആർഷോയുടെ പ്രതികരണം. ഗുണ്ടകളെ നേതാവാക്കിയാൽ ഇതാകും ഫലമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. നിലവാരമില്ലാത്ത ഇത്തരം ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കരുത്. പ്രശാന്ത് ശിവനെ പോലുള്ളവരെ മാറ്റി നിർത്തണമെന്നും ഇയാളെയൊക്കെ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കിയാലുള്ള അവസ്ഥ എന്താകുമെന്നും സുരേഷ് ബാബു ചോദിച്ചു. ആർഷോയ്ക്കെതിരെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറും രംഗത്ത് വന്നു. AISFലെ പ്രവർത്തകയോട് മോശമായി സംസാരിച്ചയാളാണ് ആർഷോ. ആ ആർഷോയെ CPM ജില്ലാ സെക്രട്ടറി എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും സാധിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ആരാണ് ഗുണ്ടകളെ സംരക്ഷിക്കുന്നതെന്നും ആരാണ് ഇത്തരം മാഫിയയ്ക്ക് പിന്നിലുള്ളതെന്നും പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം. എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചാൽ കേട്ടിട്ട് വരാൻ പ്രശാന്ത് മാത്രമല്ല BJPയുടെ ഒരു നേതാക്കളും നിൽക്കില്ല. ഇങ്ങോട്ട് മാന്യമായി പെരുമാറിയാൽ 4 മടങ്ങ് മാന്യമായി അങ്ങോട്ടും പെരുമാറും. അപമര്യാദയായി പെരുമാറിയാൽ അങ്ങോട്ട് അതേ രീതിയിലായിരിക്കും പെരുമാറ്റം. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സംഘർഷമുണ്ടാക്കുന്നവരാണ് CPM. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂർ ഉൾപ്പെടെ എന്താണ് സംഭവിച്ചത്? എതിരാളികളെ കസേര എടുത്തുവരെ അവിടെ അടിച്ചു. CPM നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്. പാലക്കാട് നഗരസഭയിൽ 10 സീറ്റ് ജയിച്ചാൽ CPM പറയുന്നത് കേൾക്കാം. 7-ൽ നിന്ന് താഴോട്ട് പോകും എന്ന് നോക്കിയാൽ മതിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതിനിടെ പരിഹാസവുമായി മുസ്ലിം ലീഗ് നേതാവ് PK അബ്ദുറബ് രംഗത്ത് വന്നു. ഞങ്ങളെ സംഘി, ഞങ്ങളെ തച്ചാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസേ? അതേസമയം ഡിവൈഎഫ്ഐ ഓഫീസിൽ ആർഷോവിന്റെ ആത്മകഥം എന്നെ എന്താ തവിട് കൊടുത്ത് വാങ്ങിയതാണോ എന്നുമാണ് അദ്ദേഹത്തിന്റെ പരിഹാസ രൂപത്തിലുള്ള കുറിപ്പ്.